കഴിഞ്ഞ ദിവസം ന്യൂസ് 18 Q18 അഭിമുഖം വളരെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് നമുക്കറിയാം, പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ തന്നെ സിനിമയിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ സമാനമായ രീതിയിൽ കാസ്റ്റിംഗ് കൗച്ചും പവർ ഗ്രൂപ്പും ഒക്കെ കോൺഗ്രസിനുള്ളിലും ഉണ്ട് എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണമാണ് AICC മുൻ അംഗം കൂടിയായ സിമി റോസ്ബെൽ ന്യൂസ് 18 അഭിമുഖത്തിൽ പറഞ്ഞത്. എന്തായാലും ആ വിഷയത്തിൽ ഇതുവരെ നേതൃത്വം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്ന് കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതേസമയം തന്നെ CPM ഈ വിഷയത്തെ കോൺഗ്രസിനെതിരായി വലിയ ആയുധമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ CPMന്റെ ഭാഗത്തു നിന്ന് വന്നു കഴിയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ ഇത്തരത്തിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. CPMനുള്ളിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള VD സതീശന്റെ ആരോപണത്തിന് മറുപടി എന്നോണം അദ്ദേഹം പറഞ്ഞത്, ന്യൂസ് 18 കേരളത്തിൽ സംപ്രേഷണം ചെയ്ത Q18 അഭിമുഖത്തിൽ താങ്കളുടെ പാർട്ടിയിലുള്ള ഒരു വനിതാ നേതാവ് പറഞ്ഞത് എന്താണ്? പവർ ഗ്രൂപ്പ് കോൺഗ്രസിനുള്ളിലാണ്, കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്നത് അവിടെയാണ് എന്നുള്ളത് പറഞ്ഞത് ആ അഭിമുഖത്തിൽ കേട്ടതിന് ശേഷം ഇനി VD സതീശൻ പ്രതികരിച്ചാൽ മതി എന്നുള്ള ഒരു നിലപാടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ നടത്തിയത്. എന്തായാലും ഇന്ന് VD സതീശൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് വാർത്താരംഭത്തിൽ ആദ്യം നമ്മൾ കടക്കാൻ പോകുന്നത്. അവസരം കിട്ടാൻ പാർട്ടിയിൽ ചൂഷണത്തിന് നിന്നു കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയെന്ന് കോൺഗ്രസ് വനിതാ നേതാവ് സിമി റോസ്ബെൽ ജോൺ ന്യൂസ് 18 നടത്തിയ വെളിപ്പെടുത്തലിൽ പ്രതികരിക്കാതെ നേതൃത്വം. വിഷയത്തിൽ രമേശ് ചെന്നിത്തല മാത്രമാണ് ഇതുവരെ പ്രതികരിച്ചത്. കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതിന്റെ ഭാഗമാണെന്ന് ഗുരുതര ആരോപണവും സിമി റോസ്ബെൽ ജോൺ നടത്തി. വിഷയം ആയുധമാക്കുകയാണ് LDF. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. എറണാകുളം പറവൂരിൽ AYFന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ ഇപ്പം നമ്മൾ പറയുന്നു, ഈ കോപ്പറേറ്റിംഗ് അഡ്ജസ്റ്റ്മെന്റുകൾക്കൊക്കെ നിന്നാലാണ് ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് നമ്മൾക്ക് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലോടുകൂടി കേൾക്കുന്നു. പക്ഷേ രാഷ്ട്രീയം പറയുന്നത് വളരെ ധാർമ്മികതയുള്ള, പൊതുജനത്തോട് ധാർമ്മിക പ്രതിബദ്ധതയുള്ള ഒരു ഫീൽഡാണ്. അവിടെയും മെറിറ്റ് അല്ല ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അതൊരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ സോളാർ കേസിലെ ഹൈബീഡനൊക്കെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നാണ് അല്ലേ? അവരൊക്കെ നല്ല ഭൂരിപക്ഷത്താണ് ഇപ്പൊ ജയിച്ചിരിക്കുന്നത്. അപ്പൊ ജനം ഇതൊക്കെ തള്ളിക്കളയുന്ന ഒരു ഇതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ആർക്കെതിരെ എന്ത് പരാതി കൊടുത്താലും അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ നേരിട്ട് അങ്ങനെ അനുഭവമുള്ള ആൾക്കാർ അത് ഷെയർ ചെയ്തിട്ടുണ്ടോ? ഷെയർ ചെയ്തിട്ടുണ്ട്. അത് ഏത് തരത്തിലുള്ള അനുഭവങ്ങളാണ്? മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്ന് പറഞ്ഞവരുണ്ട് എന്നോട്. അപ്പം ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ പോകുമ്പോൾ എവിടെ പോകുമ്പോഴും, ഇപ്പോൾ ഫിലിം ഫീൽഡിലാണെങ്കിൽ ഒരു ഡിസ്കഷൻ ഹോട്ടൽ മുറിയിലേക്ക് തനിച്ച് ചെല്ലുണ്ടല്ലോ, കൂടെ ആരുമായിട്ടെങ്കിലും പോകല്ലോ, അപ്പോൾ ആരും കയറി പിടിക്കാൻ വരില്ലല്ലോ. അങ്ങനെയുള്ളൊരു അഡ്വൈസൊക്കെയാണ് ഞാൻ സാധാരണ കൊടുക്കാറുള്ളത്. ഇപ്പം നമ്മൾ നല്ലതായിട്ട് നമ്മുടെ ശിരസ് നമ്മൾ ഉയർത്തി നിന്നാൽ നമ്മുടെ ശിരസ് എന്നും ഉയർന്നു നിൽക്കും. ഒരു സ്ഥാനമാനങ്ങളുടെ പിറകെ പോകാൻ വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്നവരുണ്ടോ ഫീൽഡിൽ? ഉണ്ടായിരിക്കാം. ഈ മോശമായിട്ട് പെരുമാറും ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ അവർക്ക് കൊടുത്ത അഡ്വൈസ് അതാണ്. അത് എന്തുകൊണ്ടാണ് മോശമായിട്ട് പെരുമാറുന്നത്? ഇപ്പൊ തന്നെയാണെങ്കിൽ ഇപ്പൊ വരുന്ന എല്ലാ ഇരകളും വേട്ടക്കാരുടെ അടുത്ത് അവരെ ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് ഇത് കാണുന്നത്. ഡിസ്കഷനും മറ്റേ കാര്യങ്ങൾക്കൊക്കെ എന്തുകൊണ്ട് അവർക്ക് കുടുംബത്തിലുള്ള ആരെങ്കിലും ആയിട്ട് പോയിക്കൂടാ? അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവൂലേ? ഫ്രണ്ട്സ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് എപ്പോൾ പോയാലും എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവും. ഇപ്പം ഞാൻ ഒറ്റയ്ക്കും സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ അടുത്ത് ആരും അങ്ങനെ പെരുമാറുന്നില്ല. എൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറുന്നില്ല എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അടുത്ത് അങ്ങനെ പെരുമാറാൻ പാടില്ല എന്നൊന്നുമില്ല. ഇപ്പൊ ജോമോള് പറഞ്ഞു എൻ്റെ കഥയിൽ ആരും മുട്ടാറില്ല എന്ന്. പക്ഷെ മറ്റുള്ളവരുടെ കഥയിൽ മുട്ടുന്നുണ്ട് എന്നാണ് പലരും ഇപ്പൊ തെളിവ് സഹിതം പുറത്തു വിടുന്നത്, ഇല്ലേ? ആ അനുഭവം രാഷ്ട്രീയത്തിലുണ്ട്. അത് സിമി റോസ്ബെൽ ജോൺ എന്ന നേതാവിനോട് മറ്റ് സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അവര് ആ സമയത്ത് ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ പ്രതികരിച്ചില്ല? പോസ്റ്റിംഗ് പ്രതീക്ഷിച്ചിട്ടായിരിക്കും. സിനിമയിലും അങ്ങനെയാണല്ലോ, അവസരങ്ങൾ കിട്ടും, പോപ്പുലർ ആവാം, പ്രശസ്തരാവാം, ഇല്ലേ? അതുപോലെ തന്നെയായിരിക്കാം. പക്ഷെ നമ്മള് പ്രശസ്തിയുടെ നമുക്കിതൊക്കെ തരുന്ന നമ്മുടെ കർമ്മം നമ്മളെ, എന്റെ പിതാവിനെ പഠിപ്പിച്ചിരുന്ന നമ്മൾ ചെയ്യുന്ന കർമ്മം നമുക്ക് തിരിച്ച് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കൽ പോലും അസംബ്ലിയിലോ പാർലമെന്റിലോ എന്നെ വിടാതിരുന്ന പ്രൊഫസർ KV തോമസ് ഇന്ന് പാർട്ടിയിലില്ല.
എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് എന്നെ. ഇല്ല, ലീഡർ പറഞ്ഞിട്ട് പോലും അദ്ദേഹം സമ്മതിച്ചില്ല എനിക്ക് എറണാകുളത്ത് മത്സരിക്കാനായിട്ട്. പത്മജ ചേച്ചി പറഞ്ഞിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൽ കൊടുക്കുന്നതിൽ എനിക്കും കൂടി കൊടുക്കുക. അപ്പോൾ ആ ചേച്ചിയൊക്കെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നിസ്സഹാവസ്ഥ പറഞ്ഞിട്ടുണ്ട്. തോമസ് മാഷ് DCC പ്രസിഡൻ്റാണ്, സിനി MP ആണ്. പക്ഷെ അന്ന് ഇപ്പോഴും അതൊക്കെ തന്നെയല്ലേ നടക്കുന്നത്. ഈ അവർ എന്ന് പറയുന്നത് ആ സ്വാധീനം ഈ നേരത്തെ ഈ ഹേമ കമ്മിറ്റിയിലൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇത് തീരുമാനിക്കുന്നു ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ, അങ്ങനെയാണോ? എന്നോട് KPCC പ്രസിഡന്റ് K. സുധാകരന് വളരെ ആത്മാർത്ഥതയുണ്ട് ഉള്ളൊരു ഇതാണ്. അദ്ദേഹം പറഞ്ഞത് എന്നെ അവിടെ എറണാകുളം MP സമ്മതിക്കുന്നില്ല, പിന്നെ വരാൻ സമ്മതിക്കുന്നില്ല, പ്രതിപക്ഷ നേതാവ് സമ്മതിക്കുന്നില്ല എന്നാണ്. എനിക്ക് പാർട്ടി പ്രവർത്തനം ഇവരുടെയൊക്കെ പെർമിഷൻ വേണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പാർട്ടി മാറിയിരിക്കുകയാണ്. അതായത് കോൺഗ്രസിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം മെറിറ്റ് 25 വർഷം KV തോമസ് സാറ് ഒരുപാട് പോസ്റ്റുകൾ വഹിച്ച ഒരാളാണ്. ഒരുപാട് പേര് സൈഡ് ലൈനും ചെയ്തിട്ടുണ്ട്. DCC പ്രസിഡന്റ് ആയിരുന്നു, KPCCയുടെ ട്രഷറർ ആയിരുന്നു അദ്ദേഹം, നിരവധി തവണ MP ആയിരുന്നു അദ്ദേഹം. ഇല്ലേ? ഈ സ്ത്രീകളെ ജയിക്കുന്ന സീറ്റുകൾ കൊടുക്കുന്നില്ല എന്നതൊക്കെ പത്മജ വേണുഗോപാൽ അടക്കം അഭിമുഖത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരൊന്നും ഇപ്പൊ പാർട്ടിയിലില്ലതാനും. അപ്പം ഈ തരത്തിൽ ഒരു വെട്ടി നിരത്തലുകൾ നടക്കുന്നുണ്ട് സ്ത്രീകൾക്ക് നേരെ. അതുകൊണ്ട് കൂടിയാണോ അവസരങ്ങളുണ്ടല്ലോ? കഴിഞ്ഞ തവണ നിരവധി വനിതകൾക്ക് തെരഞ്ഞെടുപ്പിന് സീറ്റ് കൊടുത്തു. വലിയ ത്യാഗമൊന്നും സഹിക്കാതെ തന്നെയാണ് പ്രവർത്തന പാരമ്പര്യം ഒക്കെ നോക്കിയിട്ടാണ് കൊടുത്തതല്ല. ഞങ്ങളുടെയൊക്കെ സമയത്ത് വെട്ടി നിരത്തുമായിരുന്നു. പക്ഷെ ഇപ്പം അതില്ല. ഇപ്പോൾ KSUവിലും യൂത്ത് കോൺഗ്രസിലും ഒന്നും പ്രവർത്തിക്കണ്ട, മഹിളാ കോൺഗ്രസിലും പ്രവർത്തിക്കണ്ട, പെട്ടെന്ന് ലീഡർ ആവാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നേതൃനിരയിലേക്ക് വരാൻ കഴിയുന്ന ക്രൈറ്റീരിയ എന്താണ്? അവരുടെ സ്വാധീനം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കോ? ഇവിടെ ദീപ്തി മേരി വർഗീസ് പാർട്ടിയിൽ റിബലായി മത്സരിച്ച് കൊച്ചിൻ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഒരു സീറ്റിനാണ് മേയർ സ്ഥാനം ശ്രീ N. വേണുഗോപാലിന് നഷ്ടമായത്. അപ്പോൾ അവരെ പാർട്ടിയിൽ 6 വർഷത്തേക്ക് പുറത്താക്കി. അവർ തിരിച്ചു വന്ന് വലിയ പദവിയിലാണ്. അവർ 6 മാസത്തിനുള്ളിൽ തന്നെ, 6ആണോ 3ആണോ എന്നറിയില്ല, അവർക്ക് 23 വോട്ട് കിട്ടിയതാണ്. അവര് പെട്ടെന്ന് നേതാവായി. പിന്നെ അവരിപ്പോൾ മീഡിയ സെല്ലിന്റെ ചെയർപേഴ്സണാണ്. അവര് എത്രയോ കേസുകളിൽ പ്രതിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരെ സ്പോൺസർ ചെയ്യാനായിട്ട് ഇവിടുത്തെ MP ഉണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ? അതൊരു ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം. സ്പോൺസർ ഇല്ലാതെ പോയത് എന്റെ അയോഗ്യതയാണോ? ആണോ? ഞാൻ വിശ്വസിക്കുന്നില്ലത്. അല്ല, ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ നേതൃനിരയിലേക്ക് ഉയർന്നു വരുന്ന പല സ്ത്രീകളും ആ ഒരു മെറിറ്റ് ഇല്ലാതെയാണ്, അല്ലെങ്കിൽ ഈ സ്വാധീനം കൊണ്ട് മാത്രമാണ് വരുന്നത് എന്ന് കൂടിയാണോ പറയുന്നത്? മെറിറ്റ് ഉള്ളവരുമുണ്ട്, പക്ഷെ അവർക്ക് എത്തേണ്ടത് എത്താൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തുകൊണ്ടാണ്? എന്നോട് ചോദിച്ച കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എങ്കിലും ഒരു മുതിർന്ന നേതാവാണ്, ഈ സംഘടനയിലെ ഒരു മുതിർന്ന നേതാവാണ്, എന്തുകൊണ്ട് അവർക്ക് എത്താൻ കഴിയുന്നില്ല എന്നതിനെ സംബന്ധിച്ച് ഒരു ചിത്രവും ഒരു ധാരണ ഇല്ലാതിരിക്കില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? നേതാക്കളുടെ ഗുഡ് ബുക്കിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ദീപ്തി മേരി വർഗീസ് ഉമ്മ തോമസിനെതിരെ വോട്ട് ചെയ്തതിന്റെ തെളിവ് സഹിതം ദല്ലാൽ നന്ദകുമാർ ഹാജരാക്കി. ദല്ലാൽ നന്ദകുമാർ വെല്ലുവിളിച്ചു, മാനനഷ്ട കേസിന് കേസ് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തോ? അത്രയും ഗുരുതരമായ ഒരു തെറ്റ് ചെയ്തിട്ട് പാർട്ടി സംരക്ഷിക്കുന്നില്ലേ? ഇല്ലേ? ഉമ്മ തോമസ് എന്നോട് അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്, നമ്മളെല്ലാം ചാനലിൽ കണ്ടതാണ്. തീർച്ചയായിട്ടും അദ്ദേഹം എന്നെ അക്കോമഡേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഇടപെട്ടിട്ടുണ്ടാവാം. കാരണം എന്നോട് അനിൽകുമാർ പറഞ്ഞത്, ടൂറിസം മന്ത്രിയായിരുന്ന അനിൽകുമാർ MLA പറഞ്ഞത്, സിനി വരാൻ വേണ്ടിയിട്ട് ഹൈബീഡൻ സമ്മതിക്കുന്നില്ല, VD സതീശൻ സമ്മതിക്കുന്നില്ല എന്നാണ് എന്നോട് പറഞ്ഞു. എൻ്റെ മൊബൈലിൽ ആ റെക്കോർഡുണ്ട്. അപ്പം ഇവരുടെയൊക്കെ സമ്മതം വാങ്ങിച്ചിട്ട് വേണം എനിക്ക് പൊളിറ്റിക്സ് നടത്താനായിട്ട്. ഹൈബീഡനൊക്കെ എത്രയോ ജൂനിയറാണ്. അവർക്കൊക്കെ ഈ കൊച്ചു പ്രായത്തിൽ ജില്ലാ പ്രസിഡന്റായി, സ്റ്റേറ്റ് പ്രസിഡന്റായി, ദേശീയ പ്രസിഡന്റായി, 2 കൊല്ലത്തിലുള്ള MLA ആയി, പിന്നെ ഒരു ടേം MLA, പിന്നെ MP ആയി, അത് രാജിവെച്ചിട്ട്. എന്നിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. എനിക്കത് തോന്നി. കാരണം PT-യുടെ മൃതദേഹത്തിനടുത്ത് വെച്ചിട്ട് ആ ഭൗതിക ശരീരം എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ നിൽക്കുമ്പോൾ അവിടെ ഉമ്മയുടെ തൊട്ടടുത്ത്, അതായത് രാഹുൽ ഗാന്ധി അവിടെ വരുമല്ലോ, അപ്പൊ പത്രങ്ങളിൽ ഫോട്ടോ വരാവുന്ന വിധത്തിൽ ദീപ്തി മേരി വർഗീസിനെ അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഫോട്ടോയും വന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ. അപ്പം
അപ്പൊ ഇതൊക്കെ ഒരു പ്ലാൻ ചെയ്ത് കാരണം അവരെക്കാൾ ഈ പാർട്ടിയിൽ തീർച്ചയായിട്ടും PT-യോടെ ഏറ്റവും അധികം അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ് ഞാൻ. ഇല്ലേ, PT കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ ഒരു പക്ഷേ പൊളിറ്റിക്സിൽ ഞാൻ വരില്ലായിരിക്കാം, ഞാൻ കോളേജ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലായിരിക്കാം. എന്റെ നോട്ടീസ് പ്രിന്റ് ചെയ്ത് PT ഉമ്മയും കൂടിയാണ് തന്നിരുന്നത്. ഈ അന്ന് അച്ചിലാണ് ഞാൻ രാഹുൽജിയെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. ഈ 33% സ്ത്രീകൾക്ക് സംവരണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ട ഒരാളാണ് ഞാൻ. അതിന്റെ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്. അതിന്റെ പ്രിന്റ് അത് രാഹുൽജിയെ ഞാൻ ഇന്റർവ്യൂ ചെയ്ത് ഇത് അച്ചിൽ കൊണ്ടുവന്ന് PT എന്നെ കൊണ്ടുവന്ന് കാണിച്ചിട്ടാണ് പ്രിന്റ് എടുക്കുന്നത്. അത്രമാത്രമൊക്കെ ഞങ്ങളുടെയൊക്കെ ഒരു പൊളിറ്റിക്കൽ കരിയറിൽ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് ഉമ്മയും അതെ, PT-യും അതെ. അല്ല, ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതിയിലാണെങ്കിലും അവിടെ MLA ആയി MP ആയി ആ ആൾക്ക് തന്നെ വീണ്ടും രാഷ്ട്രീയകാര്യ സമിതി കൊടുത്തു. എനിക്ക് അർഹത ഉണ്ടായിട്ടും എനിക്കത് നിഷേധിക്കപ്പെട്ടു. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, എന്തൊക്കെയോ ഒരു ദുരൂഹതകൾ എനിക്ക് തോന്നാറുണ്ട്. അല്ല, എല്ലാവരും പുതിയ പോസ്റ്റിന് വേണ്ടി മൗനം പാലിക്കുന്നതാണ്. പുതിയ പോസ്റ്റ് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഈ ആടിനെ പ്ലാവില കാണിക്കുമ്പോൾ ആട് ഇങ്ങനെ പിന്നാലെ പോവുമല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ എന്താ പറയുക, ഞാൻ ദൈവത്തെ ഭയന്ന് ജീവിക്കുന്ന ഒരാളാണ്. ആ ദൈവത്തിന്റെ മുന്നിലല്ലാതെ നമുക്ക് ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്ത കർമ്മം എനിക്ക് തിരിച്ചു കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് എന്തായാലും ന്യൂസ് 18 കഴിഞ്ഞ ദിവസം ഈ അഭിമുഖത്തിലൂടെ പുറത്തുവിട്ടിട്ടുള്ളത്. കോൺഗ്രസിൽ സജീവമായി നിൽക്കണമെങ്കിൽ, സ്ഥാനമാനങ്ങൾ നേടണമെങ്കിൽ മുതിർന്ന നേതാക്കളുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങണം. കാസ്റ്റിംഗ് കൗച്ച് കോൺഗ്രസിൽ ഉണ്ട് എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണമാണ് AICC മുൻ അംഗം കൂടിയായിട്ടുള്ള വനിതാ നേതാവ് ഇപ്പോൾ ന്യൂസ് 18 കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. പാർട്ടിക്കുള്ളിലെ വനിതാ നേതാവ് തന്നെ ഈ വിഷയം ഇത്തരത്തിൽ പരസ്യമായി ഒരു TV ചാനലിന് നൽകിയ അഭിമുഖത്തിൽ, ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടും ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം മൗനം പാലിക്കുകയാണ് ഈ വിഷയത്തിൽ എന്നുള്ളതാണ് വിചിത്രം. എന്തായാലും ഡാനി പോൾ നമുക്കൊപ്പം കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഡാനി, നമ്മൾ പറഞ്ഞു വന്നത് ഈ കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ വിഷയത്തിൽ ന്യൂസ് 18 അഭിമുഖം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ രൂക്ഷമായ വിമർശനം പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർത്തിയിട്ടും ഇപ്പോഴും അദ്ദേഹം മൗനത്തിലാണ്. സിമി റോസ്ബെല്ലിന്റെ അഭിമുഖത്തിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് VD സതീഷിനെതിരെ അടക്കമുള്ള നേതാക്കൾക്കെതിരെ നടത്തിയിട്ടുള്ളത്. എന്താണ് ഈ വിഷയത്തിൽ ഇനി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് തുടർ നീക്കങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. VD സതീഷിന്റെ പ്രതികരണം അത് ഇന്നെങ്കിലും ഉണ്ടാകുമോ? ഔദ്യോഗികമായ ഒരു പ്രതികരണവും ഇതുവരെയും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഇതിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ളത്. കാരണം ഇത്രയും ഗുരുതരമായ ആക്ഷേപങ്ങൾ സിമി റോസ്ബെൽ ജോൺ ഉന്നയിക്കുന്നു. അതിൽ നേതാക്കളുടെ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ അടക്കം പേരെടുത്തുകൊണ്ട് പരാമർശം നടത്തുന്നു. വനിതാ നേതാക്കളുടെ പേര് പറയുന്നു. ഇത് ഇത്രയും നേരിട്ടുള്ള അവരുടെ അനുഭവങ്ങൾ, തുറന്നു പറച്ചിലുകൾ വളരെ നേരിട്ട് സ്ട്രെയിറ്റ് ആയാണ് പറയുന്നത്. ആരെയും പേര് ഒളിച്ചു വെച്ചോ ഒന്നുമല്ല കാര്യങ്ങൾ സംസാരിക്കുന്നത്. എന്നിട്ട് പോലും ഇതുവരെയും ഒരു പ്രതികരണവും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ്. നമ്മൾ പല നേതാക്കളെയും തന്നെ ബന്ധപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണത്തിൽ നിങ്ങൾ ആരും തന്നെയും ഈ ഒരു പരസ്യ പ്രതികരണത്തിലേക്കോ അല്ലെങ്കിൽ ഇവരെ നേരിടുന്നതിനോ പ്രതിരോധിക്കുന്നതിനോ തയ്യാറാകുന്നില്ല എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. കാരണം ഇതിൽ പലർക്കും തന്നെ പ്രതിഷേധങ്ങളുണ്ട്. ഈ രീതിയിൽ സംസാരിച്ചു പോകുന്നതിൽ പലരും പ്രതിഷേധം രേഖപ്പെടുന്നു. പ്രത്യേകിച്ച് വനിതാ പ്രവർത്തകരടക്കം നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനെ പ്രതിരോധിച്ച് സംസാരിക്കേണ്ടതാണ്. കാരണം തങ്ങൾ കൂടി ഈ ഇരുട്ടിലാക്കുന്ന രീതിയിലാണ് ഈ ഒരു സംസാരമെന്ന് വന്നിരിക്കുന്നത്. തങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ പ്രവർത്തനം നടത്തുന്നവരാണ്. തങ്ങൾക്ക് കൂടി യാതൊരു ബഹുമാനവും ഇല്ലാതെയാകുന്നു പൊതുജന മധ്യത്തിൽ. കുടുംബങ്ങളിലെല്ലാം തന്നെയും തങ്ങൾ വളരെയധികം വിഷമത്തിലാകുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കണമെന്ന് അവർ തന്നെ പറയുമ്പോഴും നേതൃത്വം ഇതിലേക്ക് വരുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണേണ്ടത്. ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പരിപാടികൾ ഇന്ന് ജില്ലയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഇതുവരെയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം നമുക്ക് ലഭ്യമാക്കാൻ സാധിച്ചിട്ടില്ല. ആ പ്രതികരണത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇതിൽ CPM തന്നെയും ഇതിൽ പരസ്യമായിട്ട് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഈ ഒരു അഭിമുഖം കണ്ടതിന് ശേഷം, ന്യൂസ് 18 സംപ്രേഷണം ചെയ്ത ഈ അഭിമുഖം കണ്ടതിന് ശേഷം സംസാരിക്കാം, നിങ്ങളിത് കാണൂ, അതിനുശേഷം ഇതിന് മറുപടി നൽകാൻ തയ്യാറാകൂ എന്ന് പറയുന്നുണ്ട്. ഈ രീതിയിൽ തന്നെയും ഈ രാഷ്ട്രീയപരമായി വളരെയേറെ പ്രതിരോധത്തിലേക്ക് കോൺഗ്രസ് പോകുന്നൊരവസ്ഥയിലേക്ക് ഈ ഒരു തുറന്നു പറച്ചിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ടും ഒരു പ്രതികരണത്തിലേക്ക് ആരും തന്നെ വരുന്നില്ല. വിശിഷ്യ എറണാകുളം ജില്ലയിൽ തന്നെ എടുത്തു പറയേണ്ടതാണ്. കാരണം
സിമി റോസ്ബെൽ ജോൺ എറണാകുളത്തുകാരിയാണ്. ഇവിടെ കേന്ദ്രമാക്കി തന്നെയാണ് അവർ പ്രവർത്തിച്ചിരുന്നത് അത്രയും. പക്ഷേ അപ്പോഴും ഒരു പ്രതികരണത്തിലേക്ക് ആരും തന്നെ വരുന്നില്ല. മറ്റു ചില പറച്ചിലുകൾ സിമിക്ക് അർഹമായ പരിഗണന എല്ലാ കാലത്തും തന്നെ നൽകിയിട്ടുണ്ട് എന്ന് അനൌദ്യോഗികമായി അവർ പറയുന്നുണ്ട്. കാരണം നിയമസഭയിൽ മത്സരിക്കാനായിട്ട് അവസരം കൊടുത്തിട്ടുണ്ട്. AICC അംഗമായിരുന്നു, അതോടൊപ്പം തന്നെ PSC അംഗമായിരുന്നു. PSC അംഗമായ വലിയ ഒരു കാലയളവ് അവർ തികയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലേക്ക് ആ രീതിയിലേക്ക് അവർക്ക് എല്ലാ പരിഗണനയും നൽകിയിട്ടുണ്ട്. എന്നിട്ടും ഇവർ നേതൃത്വത്തിനെതിരെ പറയുന്നു. അത് എന്തുകൊണ്ട് എന്നത് സംബന്ധിച്ചാണ് അന്വേഷണം, ഈ പറച്ചിലുകൾ നടക്കേണ്ടത്. പക്ഷേ ആരും തന്നെ ഈ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് വരുന്നില്ല എന്നത് തന്നെയാണ് ഇതിൽ വിചിത്രമായ ഒരു കാര്യം. കാരണം പ്രതിഷേധങ്ങളുണ്ടെങ്കിൽ ഇവർക്ക് എതിരെ ഏതെങ്കിലും രീതിയിലുള്ള നടപടികളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയുണ്ടെങ്കിൽ അത് വ്യക്തമാക്കേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ അതിൽ യാതൊരു വാസ്തവവുമില്ല, ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഞങ്ങൾക്കറിയില്ല. അത്തരം കാര്യങ്ങളെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിലെങ്കിലും പറയേണ്ടതാണ്. പക്ഷേ ഇതുവരെയും അത്തരമൊരു പ്രതികരണത്തിലേക്ക് ആരും തന്നെയും വന്നിട്ടില്ല. പ്രമുഖ നേതാക്കൾ പ്രത്യേകിച്ച് ആരും തന്നെയും എത്തിയിട്ടില്ല എന്നതാണ്. പ്രതിപക്ഷ നേതാവ് ഇന്ന് ജില്ലയിലുള്ളത് കൊണ്ട് തന്നെ ഇന്ന് അത്തരമൊരു പ്രതികരണം തേടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും അങ്ങനെ ഒരു പോസിറ്റീവായി ഇത്തരം കാര്യത്തെയോട് ഒരു പ്രതികരണത്തിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ യാതൊരു ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംസാരിക്കാൻ നേതൃത്വം ഈ വിഷയത്തിൽ ഇത്രത്തോളം വളരെ ഗുരുതരമായ ഈ വിഷയത്തിൽ നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളത് വിചിത്രം. അതിനൊപ്പം തന്നെയാണ് ഈ ആരോപണം ഉന്നയിച്ച വനിതാ നേതാവിനെതിരെ നടപടിക്ക് ഒരുങ്ങുന്നു എന്നുള്ള സൂചന കൂടി നമുക്കൊപ്പം ലഭിക്കുന്നത് കൂടി. ഒരു പക്ഷേ ഈ പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള വനിതാ നേതാക്കന്മാരുടെ അടക്കം പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള ആരോപണം അതായിരിക്കും നേതൃത്വത്തെ, പാർട്ടിയിലുള്ള മറ്റ് നേതാക്കന്മാരെ ഒക്കെ ചൊടിപ്പിച്ചിട്ടുണ്ടാവുക, അല്ലേ? ഇതിൽ പ്രത്യേകിച്ച് വനിതാ നേതാക്കളുടെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവർ പ്രതികരിക്കാതിരിക്കുന്നത് മറ്റ് വനിതാ പ്രവർത്തകരെ കൂടി പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നത് തന്നെയാണ് സത്യം. കാരണം ആരും പ്രതികരിച്ചില്ലെങ്കിൽ തങ്ങൾ എന്തു ചെയ്യുമെന്നാണ് സാധാരണ പ്രവർത്തകരായവർ പറയുന്നത്. കാരണം ഞങ്ങളെ കൂടി അത് ചോദ്യം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വരുന്ന കഴിഞ്ഞ കുറേ കാലങ്ങളായി തങ്ങളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെതായ വിവിധ സമര പരിപാടികളിലടക്കം പങ്കെടുത്തുകൊണ്ട് ഞങ്ങളെല്ലാവരും തന്നെ പ്രവർത്തിക്കുന്നു. പക്ഷേ എല്ലാവരും തന്നെ ഈ ഒരു സംശയത്തിൻ്റെ നിഴലിലേക്ക് അടക്കം തള്ളിവിടുന്നത് പോലുള്ള പ്രസ്താവനകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് തങ്ങളെ സംരക്ഷിക്കാൻ പോലും ആരും ഒരു പ്രസ്താവന പോലും ഇറക്കാതെ വരുന്നത്? എന്തുകൊണ്ട് ഇവർക്കെതിരെ നടപടി എടുക്കുന്നില്ല? അല്ലെങ്കിൽ എന്തെങ്കിലും നടപടികളുണ്ടെങ്കിൽ അത് വ്യക്തമാക്കാനായിട്ട് ജില്ലാ നേതൃത്വം പോലും കടന്നു വരുന്നില്ല എന്നതിൽ വളരെയധികം പ്രതിഷേധം മറ്റു പ്രവർത്തകർക്കും തന്നെയുണ്ട്. കാരണം ഇതേപോലുള്ള ഈ പറച്ചിലുകൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ, അല്ലെങ്കിൽ ഇതിന് പ്രതിഷേധിക്കേണ്ടതാണോ, പ്രതിരോധിക്കേണ്ടതാണോ എങ്കിൽ അതെങ്കിലും തുറന്നു പറയാൻ തയ്യാറാകണം. അല്ലാതെ ഇങ്ങനെ ഈ രീതിയിലുള്ളൊരു ദുരൂഹമായ രീതിയിൽ തന്നെ മൗനം തുടരുന്നത് ആർക്കും തന്നെയും അത് നന്നാവില്ല എന്നൊരു പരസ്പരമായ ഒരു പറച്ചിലുകൾ കോൺഗ്രസിന് പ്രത്യേകിച്ച് ഈ ജില്ലാ കോൺഗ്രസ് ഇതിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇതിനെതിരെ സംസാരിക്കാനോ പറയുവാനോ തയ്യാറാകണമെന്നൊരു ആവശ്യം വളരെ ശക്തമായിട്ട് തന്നെ കോൺഗ്രസിൻ്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ആരും പറയാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ മറ്റ് പ്രവർത്തകരെങ്കിലും ഇതിനെതിരെ വന്നേക്കും, ഇവർക്കെതിരെ പറഞ്ഞേക്കും എന്ന ഒരു പ്രതീക്ഷയുണ്ട്. ഒപ്പം തന്നെയും സിമി റോസ്ബെൽ ജോണിനെതിരെ നടപടി വേണമെന്നൊരു ആവശ്യവും കനക്കുന്നുണ്ട് ജില്ലാ കോൺഗ്രസിനകത്ത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കെങ്കിലും മറുപടി പറയാൻ ജില്ലാ കോൺഗ്രസ് നേതൃത്വമെങ്കിലും തയ്യാറാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡാനി, ഒരു കാര്യം കൂടി, ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ ദുരൂഹമായ മൗനം കോൺഗ്രസ് നേതൃത്വം തുടരുമ്പോൾ എന്തായാലും LDF ഈ വിഷയത്തെ വലിയ രാഷ്ട്രീയമായുധമാക്കുകയാണ്. ഏത് തരത്തിലാണ് പ്രതിഷേധങ്ങൾ ആലോചിക്കുന്നത്? ഇതിൽ കൃത്യമാണ്. കാരണം LDFന് പ്രത്യേകിച്ച് CPMന് കൃത്യമായ രീതിയിൽ തന്നെ ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു ആക്ഷേപം ഉയർന്നു വന്നിരിക്കുന്നത്. കാരണം ഇതിന് മറുപടി പറയണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഇതിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇത് കണ്ടതിന് ശേഷം മറുപടി പറയുമെന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു. കാരണം ഈ ആരോപണങ്ങൾ അത്രയും നിങ്ങൾക്കെതിരെയുള്ളതാണ്, നിങ്ങളുടെ പാർട്ടിക്കെതിരെയുള്ളതാണ്, ഇതിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, സ്ത്രീകൾക്ക് സംഭവിച്ചു പോയ കാര്യങ്ങളാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിന് ഉത്തരം തന്നേ തീരൂ എന്ന് അദ്ദേഹം പറയുന്നു. ഒരു പൊതുസമൂഹം ഇതിന് മറുപടി ആവശ്യപ്പെടുന്നുണ്ട്. എന്താണ് നിങ്ങൾ പറയുന്നതെന്ന് കേൾക്കാനൊരു പൊതുസമൂഹം ഇവിടെയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയരുമ്പോഴും അതിലേക്ക് കടന്നു വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ചില പ്രതിഷേധങ്ങളിലേക്ക് അടക്കം പോകുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ പറവൂരിൽ തന്നെയും AYFന്റെ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത്തരം കാസ്റ്റ് കൗച്ചിങ് കോൺഗ്രസിലും നടക്കുന്നുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പ്രതിഷേധത്തിലേക്ക് അടക്കം നീങ്ങുന്നു ഈ സിമി
സിമി റോസ്ബൽ ജോണിന്റെ തുറന്നു പറച്ചിൽ കോൺഗ്രസിനെതിരെയുള്ള ഒരു പ്രതിഷേധ പരിപാടികളായി മാറുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഈ മൗനം വളരെ ദുരൂഹമായി തുടരുന്നു, ഇതിന് ഉത്തരം നൽകേണ്ടതില്ലേ എന്ന പൊതുചോദ്യം ഈ പ്രതിഷേധങ്ങൾക്കിടയിലും ബാക്കിയാവുകയാണ്. തീർച്ചയായും ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ന്യൂസ് 18 വളരെ ഗുരുതരമായ ഒരു ആരോപണം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചും അത്തരത്തിൽ ഉന്നത സ്ഥാനങ്ങളിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ നേടണമെങ്കിൽ സജീവമായ പൊളിറ്റിക്സിൽ നിൽക്കണമെങ്കിൽ സ്ത്രീകൾ, കോൺഗ്രസിനുള്ളിലെ സ്ത്രീകൾ ഇത്തരത്തിൽ നേതാക്കന്മാരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നിൽക്കണം എന്നുള്ള തരത്തിലുള്ള വളരെ ഗുരുതരമായ ആരോപണം സിമി റോസ്ബൽ ന്യൂസ് 18 അഭിമുഖത്തിലൂടെ പുറത്തുവിട്ടിട്ടും ഇപ്പോൾ ഇതുവരെ കോൺഗ്രസ് നേതൃത്വം ഈ ഒരു വിഷയത്തിൽ മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെ ദുരൂഹമായ മൗനമായി തുടരുകയാണ്. ഇന്നെന്തായാലും പ്രതീക്ഷിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ അടക്കം വിശദീകരണം ഈ വിഷയത്തിൽ.